നമ്മുടെ ചാനൽ 1.5 വർഷത്തിന് മുമ്പ് നമുക്ക് മോണിറ്റൈസേഷൻ ആയ ചാനലാണ്. പിന്നെ ഇടയ്ക്ക് നമ്മൾ അത് ശ്രദ്ധിക്കാണ്ട് പോയതുകൊണ്ടാണ് കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ വന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയ വഴി ഞാൻ പറഞ്ഞു തരാം. ചെറിയ ട്രിക്സാണ്. അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ 2 ടൈപ്പ് വീഡിയോസും അപ്ലോഡ് ചെയ്യണം, ലോങ്ങും ഷോർട്ടും. പക്ഷെ നമ്മൾ കൂടുതലായിട്ട് ലോങ് വീഡിയോസിൽ ശ്രദ്ധിക്കുക. ലോങ് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എളുപ്പമുള്ളൊരു വഴിയാണ് നമ്മൾ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് 4000 വാച്ച് അവർ നിങ്ങളൊരു 1.5 മാസം കറക്റ്റായിട്ട് നിങ്ങൾ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു 4000 വാച്ച് അവർ സിമ്പിളായിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നതാണ്. ഷോർട്ട് വീഡിയോസിൽ അത്ര എളുപ്പമല്ല. നമ്മുടെ വീഡിയോസ് വൈറലായെങ്കിൽ മാത്രമേ അത് നമുക്ക് മോണിറ്റൈസേഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ലോങ് വീഡിയോസ് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ക്രാഫ്റ്റോ അല്ലെങ്കിൽ ഇതേപോലെ കേക്ക്സോ ഇവൻറ്റ്സോ ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസിന് പോകുന്നത് അങ്ങനെ നിങ്ങൾ പോകുന്നതും വരുന്നതും ചെയ്യുന്നതുമായ ഓരോ കാര്യങ്ങളും ചെറിയ ക്ലിപ്സൊക്കെ എടുത്ത് വെച്ചിട്ട് അതൊരു ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്പം ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഷോർട്ട് വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് ആകെ കിട്ടുന്നൊരു പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകും എന്നത് മാത്രമാണ്. പക്ഷേ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗ്ഗം ലോങ് വീഡിയോസ് തന്നെയാണ്. അപ്പോൾ 2 ടൈപ്പിലെ വീഡിയോസും നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. കൂടുതൽ ശ്രദ്ധ നിങ്ങൾ ലോങ് വീഡിയോസിൽ കൊടുക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് കേട്ടോ നമ്മൾ ആ ഒരു കുറഞ്ഞ ടൈം കൊണ്ട് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുത്തത്. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാണ്ടായി. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വ്യൂസ് തീരെ കുറഞ്ഞത്. അപ്പോൾ ആദ്യമൊക്കെ നമ്മുടെ ചാനൽ ഇട്ടേക്കുന്ന വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലാവും നമുക്ക് അത്യാവശ്യം നല്ല വ്യൂസ് ഉള്ളൊരു ചാനലായിരുന്നു. അത് ഷോർട്സിനായാലും അത്യാവശ്യം ലോങ്ങിനും നമുക്ക് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയിരുന്നെങ്കിൽ കുറച്ചുകൂടിയൊക്കെ നമുക്കത് ആക്കിയെടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ വീണ്ടും അതിനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ചധികം കേക്കുകളുടെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പർച്ചേസ് ചെയ്യുകയും പ്രിൻ്റ് എടുക്കുകയൊക്കെ ചെയ്യുന്നതാണ് ആദ്യം നിങ്ങൾ കണ്ട വീഡിയോസ്. നമ്മൾ മെയിനായിട്ട് എല്ലാ കേക്ക്സും നമ്മൾ ഡെലിവറി ചെയ്യും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20-30 കിലോമീറ്ററുകൾക്ക് അപ്പുറമായാലും നമ്മൾ നമ്മുടെ കേക്ക് സേഫായിട്ട് തന്നെ നമ്മൾ ഡെലിവറി ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത് നമുക്കൊരു ബ്രൈഡ് ടു ബിക്ക് വേണ്ടിയിട്ടുള്ള സിമ്പിളൊരു കേക്കാണ്. വൈറ്റ് ആൻഡ് റെഡ് തീമിൽ ഹാർട്ടൊക്കെ കൊണ്ടുവന്നിട്ടൊരു കേക്ക് ചെയ്യാനാണ് കസ്റ്റമർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിതാ ഇതേപോലെ ആ കേക്കിനെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യത്തെ കേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേബി ബോയ്ക്ക് വേണ്ടിയിട്ടുള്ള തീം കേക്കായിരുന്നു. അപ്പം എന്താണ് നമ്മൾ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടും. ഒന്നുമില്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് ഈ യൂട്യൂബ് വഴി നിങ്ങൾക്ക് ഒരുപാട് ഓർഡറുകൾ വരും. അത് ക്രാഫ്റ്റ് ചെയ്യുന്നവർക്കായാലും കേക്ക് ചെയ്യുന്നവർക്കായാലും ഇവൻറ്റ്സ് ചെയ്യുന്നവർക്കായാലും അങ്ങനെ എന്തൊക്കെ ചെറിയ വർക്കുകൾ നമ്മൾ ചെയ്യുന്നവരായാലും അതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പുറത്തുനിന്ന് നമുക്ക് ഒരുപാട് ഓർഡറുകൾ വരും. നമുക്ക് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് വരുന്നത് ഈ സോഷ്യൽ മീഡിയ വഴിയാണ് കേട്ടോ. വേറൊരാളുടെയും സഹായമില്ലാണ്ട് നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഇപ്പോൾ ഉള്ള ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് അതേപോലുള്ള വീഡിയോകൾ. അപ്പോൾ നമ്മൾ കേക്ക് ഡെലിവറി ചെയ്യാനായിട്ടാണ് പോകുന്നത്. ഈ 3 കേക്കുകൾ നമ്മൾ ഒരുമിച്ചാണ് കേട്ടോ ഡെലിവറി ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ 2 വീലറിലാണ് ഈ ഒരു 3 കേക്കും കൊണ്ടുപോകുന്നത്. കുറച്ച് റിസ്ക് ആണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് കേക്ക് ഒരു 1 kg കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതേപോലൊരു ടിന്നോ അങ്ങനെ എന്തെങ്കിലും ഹൈറ്റ് ഉള്ളത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കേക്ക് ഇങ്ങനെ സേഫായിട്ട് ഷേക്കൊന്നും ആകാണ്ട് വെച്ചുകൊണ്ട് പോകാൻ പറ്റും. പിന്നെ നമ്മൾ ഹാൻഡിലാണ് കേട്ടോ ഒരു 2 കേക്ക് നമ്മൾ വെച്ചേക്കുന്നത്. അതിനായിട്ട് നമ്മൾ കട്ടിയുള്ളൊരു ബേസ് ഇങ്ങനെ ലെഗിൽ വെക്കും. എന്നിട്ട് അതിന് മുകളിലായിട്ടൊരു കേക്ക്, പിന്നെ ഹാൻഡിലൊരു കേക്ക്, ഇങ്ങനെയാണ് നമ്മൾ കേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഇതൊരു 16 കിലോമീറ്റർ അപ്പുറത്തേക്കാണ് കൊണ്ടുപോകേണ്ടത്. എങ്കിലും ഈ കേക്കുകളെല്ലാം സേഫായിട്ട് തന്നെ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കുറച്ച് സ്ലോയിൽ പോയാൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് ഈ ഒരു കേക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൂടി വാങ്ങിക്കാൻ പോകേണ്ടതുണ്ടായിരുന്നു. പിന്നെ കടയിലേക്ക് കുറച്ച് പർച്ചേസുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഇതിനിടയിലായിട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ സർപ്രൈസിൽ ആ ഒരു ഷർട്ട് വേണമായിരുന്നു, അത് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മളൊരു ഷർട്ട് എടുത്തിട്ട് നേരെ നമ്മൾ ക്രാഫ്റ്റിൻ്റെ ഷോപ്പിലേക്കാണ് കേട്ടോ പോയത്. ആക്ച്വലി നമ്മൾ ക്രാഫ്റ്റിൻ്റെ ഷോപ്പിൽ വെച്ചിട്ട് തന്നെയാണ് ആ ഒരു ഷർട്ട് സെറ്റ് ചെയ്തത്. തിരിച്ച് വന്ന് സെറ്റ് ചെയ്യാനുള്ള ടൈമൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. എമർജൻസി ആയിട്ട് പറഞ്ഞ ഓർഡർ ആയിരുന്നു. പിന്നെ നമ്മൾ ഷർട്ട് എടുത്തു, ക്രാഫ്റ്റിൻ്റെ ഷോപ്പിൽ വന്നു, അതിനുള്ള ഐറ്റംസ് വാങ്ങിച്ച് അവിടെ വെച്ച് തന്നെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ കസ്റ്റമറിന് കൊണ്ട് കൊടുക്കുമായിരുന്നു. മാക്സിമം
ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ നമ്മളെല്ലാ ഓർഡറുകളും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബ്രൈഡ് ടു ബി പോലുള്ള ഫംഗ്ഷനുകൾ, ബർത്ത്ഡേ പോലുള്ള ഫംഗ്ഷനുകൾ, അതിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ നമ്മൾ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ തന്നെ കേക്കുകളോ സർപ്രൈസ് ഗിഫ്റ്റുകളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്ക്. നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, നമ്മളെ കോൺടാക്ട് ചെയ്യാം. കൊല്ലം കരുനാഗപ്പള്ളി ഭാഗത്തൊക്കെ നമ്മുടെ ഡെലിവറി അവൈലബിൾ ആണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്.